നമസ്കാരം. കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ദൃശ്യം സംഘപരിവാറുകാരും കോൺഗ്രസുകാരും തമ്മിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതിന്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. ആ തെറ്റിദ്ധാരണ എന്താണെന്നല്ലേ ദൃശ്യം കണ്ടോ? കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചിന്താ ജെറോമും മറ്റ് പ്രമുഖ വനിതാ നേതാക്കന്മാരും ബിയർ കഴിക്കുന്നു എന്ന തോന്നലുണ്ടാകുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ട്രോൾ ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ ട്രോൾ പെട്ടെന്ന് കണ്ടാൽ അതിനെ സംബന്ധിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാത്ത മനുഷ്യർ തെറ്റിദ്ധരിച്ചോട്ടെ, ഇവരൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ പരസ്യമായിട്ട് പൊതുയോഗങ്ങളിലെല്ലാം മദ്യപിക്കുന്നവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചു വിട്ടതാണ്. എന്താണ് ഇതിന്റെ വസ്തുത? കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കി. ആ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി മിനറൽ വാട്ടർ ആണല്ലോ സാധാരണഗതിയിൽ എത്തിക്കാറ്. അത് വേണ്ട, കണ്ണാടി കുപ്പികളിൽ വെള്ളം എത്തിച്ചാൽ മതി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബിയർ കുപ്പിയുടെ മോഡലിലുള്ള ആ ബോട്ടിലുകളിൽ നോക്കിയേ, CPM ജില്ലാ സമ്മേളനം എന്ന് അതിൽ ലേബൽ ഒട്ടിച്ചിരിക്കുന്ന കണ്ടോ? അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ട്രോൾ ഉണ്ടാക്കി വിട്ടാൽ കുറേയേറെ പേരുടെ മൈൻഡിലേക്ക് ഈ തമാശ രൂപേണ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ചിലർക്കെതിരെയുള്ള ഒരു ഇമേജ് തകർക്കൽ കൂടിയാണ്. ആർക്കെങ്കിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടെങ്കിൽ, ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രചരണം അങ്ങ് അഴിച്ചുവിട്ടാൽ സ്വാഭാവികമായിട്ടും കുറേയേറെ പേര്, പരിപൂർണമായിട്ട് തെറ്റിദ്ധരിക്കണമെന്നില്ല, കുറച്ച് വിഭാഗത്തെ കിട്ടിയാൽ മതി. അങ്ങനെയാണല്ലോ ഈ പോയിസൺ ഇഞ്ചെക്ട് ചെയ്യുന്നത്. നമുക്ക് പലതവണ ഇങ്ങനെ ആവർത്തിച്ച് ഇല്ലാത്തത് ഉണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കുറേശ്ശെ ആ പോയിസൺ വർക്കൗട്ട് ആകും. അതാണ് ഈ ദൃശ്യം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു സമ്മേളനത്തിൽ പോസിറ്റീവായി ചെയ്ത കാര്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാമറ ഓൺ ചെയ്തപ്പോൾ ചിന്താ ജെറൂം ആ കുപ്പി എടുത്ത് താഴെ വെക്കുന്നുണ്ട്. ആ കുപ്പിയിലെ ആ ദൃശ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ മറ്റൊരു ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അത് ബിയറാണ് അല്ലെങ്കിൽ മദ്യപിക്കുന്നതാണ് എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ വരണമെന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സദുദ്ദേശത്തോടു കൂടിയല്ല, അതിലൊരു ദുഷ്ടലാക്കുണ്ട് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ദൃശ്യം കാട്ടിത്തരുന്നത്. കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സംഘടിതമായി അല്ലെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ട് ഇത്തരം വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി അതിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇവരെ സംബന്ധിച്ച് ജനം ഇങ്ങനെ കരുതിയാൽ മതി. കുറേയേറെ പേർ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ നോക്കുമ്പോൾ ബിയർ കുപ്പിയുടെ മാതൃകയിൽ ഇരിക്കുന്ന ആ കുപ്പി ആയതുകൊണ്ട് തന്നെ ഇവർ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമോ എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകും. ആ തോന്നൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഈ പോയിസൺ വീഡിയോയുടെ ലക്ഷ്യം. ഈ പോയിസൺ വീഡിയോസ് എല്ലാം പുറത്തിറക്കുന്നത് ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തായിട്ടായിരിക്കും. സമ്മേളനങ്ങളിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കി ഹരിതപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നൊരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കുമ്പോൾ അതിനെ പോലും ആക്ഷേപിക്കാനും അതിന്റെ പേരിൽ പോലും കള്ളക്കഥ ഇറക്കാനുള്ള ഈ നാട്ടിലെ ചില വിഷജന്തുക്കളുടെ രീതി എന്താണെന്നാണ് ഈ ദൃശ്യം തുറന്നു കാട്ടുന്നത്. ചിരിച്ചു കളയുന്നതിനോടൊപ്പം തന്നെ ആ ദൃശ്യം ചിലരുടെ ഉള്ളിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണ, അത് മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.